കൊട്ടിക്കലാശം 7 ജില്ലകളിൽ ഏതാണ്ട് 595 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 471 ഗ്രാമപഞ്ചായത്തുകൾ, 39ഓളം മുനിസിപ്പാലിറ്റികൾ, 3 കോർപ്പറേഷനുകൾ, അങ്ങനെ 11,160 വാർഡുകൾ, 36,630 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന 7 ജില്ലകൾ. തെക്കൻ കേരളം ഇതാ പരസ്യപ്രചരണത്തിന് വിരാവിടുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലാണ് കേരളത്തിലാകമാനം. ഇപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. സനോജ് സുരേന്ദ്രൻ. സനോജ്, നിരവധി രാഷ്ട്രീയ ഒഴുക്കുകൾക്ക്, വേലിയേറ്റങ്ങൾക്ക്, വേലിയിറക്കങ്ങൾക്കൊക്കെ സാധ്യത കൽപ്പിക്കപ്പെട്ട കോട്ടയം, ആ കോട്ടയം അക്ഷര നഗരി എങ്ങനെയാണ് കൊട്ടിക്കലാശത്തെ വരവേൽക്കുന്നത്? പരസ്യപ്രചരണത്തിൽ അലയടിച്ച മുഴുവൻ വിഷയത്തിൻ്റെയും ഒരു ആവേശ കൊടുമുടി തന്നെയാകും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സനോജ് ഇപ്പോൾ എവിടെയാണുള്ളത് കോട്ടയത്ത്? ജംഷാദ്, കോട്ടയം നഗരസഭയിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന വാർഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമുക്കെല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ലതിക സുഭാഷാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ലതിക സുഭാഷിൻ്റെ ചിഹ്നം എന്ന് പറയപ്പെടുന്നത് കാഹളം മുഴക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ലതിക സുഭാഷ് നമുക്കും ചേരുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം? ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുവാൻ. ഞാൻ വളരെ സംതൃപ്തയാണ്. എന്നെ എല്ലാവർക്കും അറിയാമോ എന്നുള്ളതല്ല, ഞാൻ കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഈ 48-ാം വാർഡിലെ ഏതാണ്ട് മുഴുവൻ വോട്ടർമാരെയും പരമാവധി നേരിൽ കാണുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏതാണ്ട് 95% വിജയം കൈവരിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അഴിമതി ഭരണം അവസാനിക്കുമോ കോട്ടയം നഗരസഭ? എന്താണ് സംശയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കുറി ഈ 53 വാർഡുകളിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാനായിട്ട് ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, നാടിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ, അഴിമതിരഹിതമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ്, പൊതുപ്രവർത്തകരെ, യുവാക്കൾ എല്ലാവരും അക്കൂട്ടത്തിലുണ്ട്. ഇത്തവണ NCPയുടെ ഒരു വ്യത്യസ്തമായ ചിഹ്നമാണ് കാഹളം മുഴക്കുന്ന മനുഷ്യർ. അവരെയൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രകടനം മുന്നോട്ട് പോകുക. വിജയ കാഹളമാണത്. അതുകൊണ്ട് രാവിലെ മുതൽ ഇന്ന് ഞങ്ങളോടൊപ്പം കാഹളം മുഴക്കിക്കൊണ്ട് 3 സഹോദരന്മാരുണ്ട്. അവരുടെ കാഹളം മുഴക്കുന്ന വിജയ കാഹളം മുഴക്കുകയാണ്. അതിലേക്ക് നമുക്ക് പോകാം. വിജയകാഹളം 13-ാം തീയതിയും വിജയകാഹളം മുഴങ്ങുമോ? വിജയകാഹളം മുഴങ്ങും ഉറപ്പല്ലേ? കോട്ടയം നഗരസഭ LDF പിടിക്കും. 1/4 നൂറ്റാണ്ടത്തെ അഴിമതി ഭരണത്തിന് വിജയകാഹളം 13-ാം തീയതി മുഴങ്ങും. ഉറപ്പാണ്, സംശയം വേണ്ട. അതാണ് ലതിക സുഭാഷിൻ്റെ ചിഹ്നം തന്നെ വിജയകാഹളം മുഴക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ വിജയകാഹളം കോട്ടയം നഗരസഭയിൽ മുഴങ്ങുമെന്നാണ് ലതിക സുഭാഷ് വ്യക്തമാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും കാരണം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തിന്മകൾക്കെതിരെ കാഹളമുയർത്തിയ വനിത കൂടിയായിരുന്നു. മുടി മുറിച്ചവരുടെ അനീതികൾക്കെതിരെ പ്രതിഷേധിച്ച വ്യക്തി കൂടിയാണ്. ആ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ശരിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് ബോധ്യമാകുന്ന സമകാലിക സംഭവഗതികളുടെ ലോകത്താണെന്ന് ലതിക സുഭാഷ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ കൂടി പ്രത്യേകതയുണ്ട്. കോട്ടയത്തിൻ്റെ ആകെ ഉള്ള ഒരു ആവേശത്തെ ഒന്ന് പങ്കിട്ടാൽ സനോജ് സുരേന്ദ്രൻ. തീർച്ചയായിട്ടും മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായതിനു ശേഷമുള്ള ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ, കോട്ടയത്തെ ബഹുഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ഭരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. 71 പഞ്ചായത്തുകളിൽ 51 പഞ്ചായത്തുകൾ ഭരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷത്തേക്ക് LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നതിന് ശേഷമുള്ള ഒരു ഊഷ്മളമായ ബന്ധമുണ്ടായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് LDF നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് LDFിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുഴങ്ങുന്ന വിജയകാഹളം 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴും ജില്ലയിൽ ആകെ അലയടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് LDF നേതാക്കന്മാർക്കുള്ളത്. അജിംഷാദ്, തീർച്ചയായും കോട്ടയത്തു നിന്നുള്ള ആവേശത്തിൻ്റെ കാഴ്ചകളാണ്. ലതിക സുഭാഷിനൊപ്പം ഇതാ
സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി പങ്കുവച്ചത്. അങ്ങനെ കോട്ടയം ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. സനോജ് സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് എമ്മുമായി ഉള്ള ബന്ധം ദൃഢമായതിനു ശേഷം ആദ്യഘട്ടത്തിൽ ഉള്ള ചില കൺഫ്യൂഷനൊക്കെ സാധാ പ്രവർത്തകരുടെ ഇടയിലുണ്ടാകും. പക്ഷേ അതൊക്കെ മാറി കൂടുതൽ ബന്ധം ദൃഢമായ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ വിജയത്തിൻ്റെ കാഹളം തന്നെ അവിടെ മുഴക്കാനാകുമെന്ന് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇതിനകം കോട്ടയത്തെ സംബന്ധിച്ച്, മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് വിലയിരുത്തിയതാണ്.